അമേരിക്ക ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷം നടക്കുന്ന ആഘോഷമാണ് താങ്ക്സ് ഗിവിംഗ്. അമേരിക്കക്കാർക്ക് താങ്ക്സ് ഗിവിംഗ് വിരുന്നിൽ തീന്മേശയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് ടർക്കി. എന്നാൽ ഇത്തവണ താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ കഴുത്തിൽ കത്തി വീഴുമോ എന്ന് പേടിയില്ലാത്ത 2 ടർക്കി കോഴികളും ഉണ്ടായിരുന്നു നോർത്ത് കരോലിനയിൽ. വാഷിംഗ്ടണിലെത്തിയ വാഡിളും ഗോബിളുമാണ് ആ VIP ടർക്കി കോഴികൾ. വർഷങ്ങളായി വൈറ്റ് ഹൗസ് പിന്തുടർന്നു വരുന്ന താങ്ക്സ് ഗിവിംഗ് ആചാരത്തിലേക്ക് ഈ വർഷം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് വാഡിളും ഗോബിളും. വൈറ്റ് ഹൗസ് സന്ദർശനത്തിന് മുമ്പുള്ള രാത്രി ഇവർ വിശ്രമിച്ചതാകട്ടെ ആഡംബര ഹോട്ടലായ വില്ലാർഡ് ഇന്റർകോണ്ടിനെന്റലിലാണ്. വൈറ്റ് ഹൗസിലെ പ്രസ് റൂമിലെ ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യാനെത്തിയ വാഡിലിനെ കൗതുകത്തോടെ സ്വീകരിച്ചത് പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റിന്റെ 1.5 വയസ്സുകാരൻ മകനായിരുന്നു. പിന്നാലെ പ്രസിഡന്റും ഫസ്റ്റ് ലേഡി മെലാനിയ ട്രംപും എത്തി ചടങ്ങുകൾ ആരംഭിച്ചു. അതിനിടയിലും ഡെമോക്രാറ്റുകളെ പരിഹസിക്കാനുള്ള അവസരം ട്രംപ് പാഴാക്കിയില്ല. ജോ ബൈഡന്റെ കാലത്തെ ടർക്കി മാപ്പിന് സാധുതയില്ലെന്നായിരുന്നു ട്രംപിന്റെ തമാശ. പിന്നാലെ ചക്ക് എന്നും നാൻസി എന്നും ടർക്കികളുടെ പേര് മാറ്റണമെന്നായി. ഡെമോക്രാറ്റ് നേതാക്കളായ ചക്ക് ഷൂമറെയും നാൻസി പെലോസിയെയും ലക്ഷ്യമിട്ടായിരുന്നു ഒളിയമ്പ്. ചരിത്രത്തിലെ ആദ്യ മഹാ ടർക്കികളാണ് വാഡിലും ഗോബിളുമെന്നും ട്രംപ് പറഞ്ഞു. ഗോബിളിന് മാപ്പ് നൽകിയെന്ന് പ്രസിഡന്റ് പ്രഖ്യാപിക്കുമ്പോൾ വാഡിലിനെ സ്ഥലത്ത് തന്നെ കാണാനില്ലായിരുന്നു. നവംബറിലെ 4ാമത്തെ വ്യാഴാഴ്ച അമേരിക്കക്കാർ കുടുംബമായും സുഹൃത്തുക്കളുമായും ഒത്തുചേർന്ന് നന്ദി പ്രകാശിപ്പിക്കുന്ന ദിനമാണ് താങ്ക്സ് ഗിവിംഗ് ഡേ. എന്നാൽ ഇന്നത്തെ ഈ ദേശീയോത്സവത്തിന് 4 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സങ്കീർണമായ ഒരു ചരിത്രവുമുണ്ട്. താങ്ക്സ് ഗിവിംഗ് ദിനത്തിന്റെ ഉത്ഭവം അന്വേഷിക്കുമ്പോൾ ചരിത്ര പുസ്തകങ്ങളിൽ ആദ്യം രേഖപ്പെടുത്തുന്നത് 1621 വിരുന്നാണ്. 1863 പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കനാണ് ടർക്കികൾക്ക് മാപ്പ് അനുവദിക്കുന്ന ആചാരം തുടങ്ങിവെച്ചത്. മകന് പ്രിയപ്പെട്ട ടർക്കി കോഴിക്കാണ് അന്ന് പ്രസിഡന്റ് മാപ്പ് അനുവദിച്ചത്. പിന്നീട് 1989 മൃഗസംരക്ഷകരുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് ജോർജ് ബുഷാണ് ഇതൊരു ഔദ്യോഗിക വാർഷിക ആചാരമാക്കി മാറ്റിയത്. ഈ ദിവസത്തിന്റെ പ്രധാന ആകർഷണം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരിക്കുന്നതാണ്. ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളും പേരക്കുട്ടികളും ബന്ധുക്കളും ദിവസങ്ങൾക്ക് മുൻപേ യാത്ര ചെയ്ത് വീട്ടിലെത്തും. അമേരിക്കൻ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ 1 വർഷം മുഴുവൻ കാണാൻ സാധിക്കാത്ത പ്രിയപ്പെട്ടവരെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഈ ദിനം പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ ഒരു ദിവസം മാറ്റിവെക്കണം. കാരണം നന്ദിയുള്ള ഒരു മനസ്സിന് മാത്രമേ സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കൂ. എന്തായാലും ട്രംപ് മാപ്പ് നൽകിയതോടെ ഇനിയുള്ള കാലം നോർത്ത് കരോലിന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാകും വാഡിലും ഗോബിളും കഴിയുക.